ഹലോ! ഇതപ്പോൾ കഴിഞ്ഞ മുന്നത്തെ ആഴ്ച കേട്ടോ. എഫ് 1 മൂവി കാണാൻ വേണ്ടിയിട്ട് ഫിനിക്സ് മോളിൽ പോയതാണ് രാവിലെ തന്നെ. രാവിലെ ഒരു 8, 8:30ക്ക് എന്തോ ആയിരുന്നു ഷോ. അതുകൊണ്ട് തന്നെ ഫിനിക്സ് മോളിനുള്ളിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫിലിം കാണാൻ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫിനിക്സ് മോളിലെത്തി. നമ്മള് രാവിലെ ഒരു 8:30ക്കുള്ള ഷോ ആയതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു സാൻഡ്വിച്ച് ഒക്കെ ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ട്ടോ. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് കിട്ടി. നമ്മള് സാൻഡ്വിച്ചും കഴിച്ച് മൂവിയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മേക്ക് യുവർ ഓൺ പെർഫ്യൂമിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്കങ്ങനെ പെർഫ്യൂമിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. പെർഫ്യൂമിൻ്റെ ആള് അരുണാണ് കേട്ടോ. അപ്പോൾ അരുൺ അങ്ങനെ പെർഫ്യൂമൊക്കെ സെലക്ട് ചെയ്തു. എനിക്ക് നമ്മൾ 2, 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് പെർഫ്യൂമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ലഞ്ചൊക്കെ കഴിക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേളച്ചേരി തന്നെ നമ്മളുടെ ഒരു വെഡ്ഡിംഗ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ അവിടെ കയറി ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ നമ്മളൊരു ഓട്ടോ എടുത്ത് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. നമ്മുടെ വീടിൻ്റെ അതേ റൂട്ടിലാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ട്ടോ. അപ്പോൾ അങ്ങനത്തെ നമ്മൾ വെഡ്ഡിംഗ് ബിരിയാണിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് നേരം ക്യൂ ഒക്കെ ഇരുന്ന് കുറച്ച് നേരം കാത്തു നിന്നിട്ടാണ് ട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സീറ്റ്. കാരണം വീക്കെൻഡ് കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടർ ആയിട്ടുള്ള ഒരു എന്താണ് ഗുണ്ടൂർ ചിക്കൻ ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാർട്ടറും പിന്നെ 2 ബിരിയാണിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ബിരിയാണി കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനത്തെയൊക്കെ വല്ലപ്പോഴൊക്കെയല്ലേ ട്രൈ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.